മേഘ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് കരിപ്പൂർ എയർപോർട്ടാകും. കാരണം ഒരുപക്ഷെ മലബാറുകാരെല്ലാവരും ആശ്രയിക്കുന്ന എയർപോർട്ട് എന്ന നിലയ്ക്ക് വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മലബാറുകാർക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പ മാർഗമെന്ന് പറയുന്നത് കരിപ്പൂർ എയർപോർട്ട് കൂടിയാണ്. അപ്പോൾ നിരവധി വിമാനങ്ങൾ റദ്ദ് ചെയ്യപ്പെടുമ്പോൾ ആവുകയാണ് നിരവധി ആളുകൾ, യാത്രികർ. കാരണം റംസാൻ നോമ്പിൻ്റെ കാലമാണ്. വിദേശത്തേക്ക് പോകാനും തിരിച്ച് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് മടങ്ങാനും ഒക്കെയുള്ള നേരത്തെ തന്നെ മുൻകൂറായി ഇത്തരത്തിൽ ടിക്കറ്റൊക്കെ എടുത്തു വെച്ച ആളുകളുണ്ടാകും. അവരെയൊക്കെ എഫക്റ്റഡ് ആവുകയാണ് ഈ ഒരു ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധസമാനമായ സാഹചര്യം, യുദ്ധം എന്ന് പറയുന്നത്. വിനിച്ച ആ രീതിയിൽ തന്നെയാണ് രണ്ടാം ദിവസമായ ഇന്നും നിരവധി വിമാനങ്ങളാണ് റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നത്. കരിപ്പൂരിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന 22 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയിരിക്കുന്നത്. അതേപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ള 21 സർവീസുകളും റദ്ദാക്കി. രാവിലെ കരിപ്പൂരിൽ നിന്ന് 2 വിമാനങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. 7:25 ഫ്ലൈനാസ്, 9:45 സൗദിയ വിമാനവും റിയാദിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 2 വിമാനങ്ങൾ, അതായത് പുറപ്പെട്ട 7:25 9:45 പുറപ്പെട്ട 2 വിമാനങ്ങളും റിയാദിലേക്കുള്ളതാണ്. റിയാദിൽ നിന്നും 2 വിമാനങ്ങൾ രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ 7:25 സമയം ഷെഡ്യൂൾ ചെയ്ത് പിന്നാലെ 9:45 പുറപ്പെട്ടത്. ഏതായാലും നിരവധി യാത്രക്കാർ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്ത യാത്രക്കാരൊക്കെ തന്നെ വിമാന കമ്പനികൾ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ആളുകൾക്കൊക്കെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിമാനത്താവളം ആളൊഴിഞ്ഞ നിലയിൽ തന്നെയാണുള്ളത്. രാവിലെ ചെറിയൊരു തിരക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 22 സർവീസുകൾ റദ്ദാക്കിയതിന് പിന്നാലെ വിമാനത്താവളം ആളുകൾ ഇല്ലാത്ത രീതിയിലാണ് കാണപ്പെടുന്നത്. ഈ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സാഹചര്യം ഉണ്ടാവുക എന്ന കൃത്യമായ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ വിമാന കമ്പനികൾ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ആളുകൾ എയർപോർട്ടിലേക്ക് എത്തുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നതും ഈ കരിപ്പൂർ എയർപോർട്ടിനെ തന്നെയാണ്. യെസ്, മേഘ മാധവനാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്.